വനംവകുപ്പും പോലീസും ഒക്കെ കൂടി ചേർന്ന് ഗായകൻ വേടനെ കഞ്ചാവ് കേസിലും പിന്നെ പുലിപ്പല്ലി കേസിലും ഒക്കെ പിടിച്ച് അവസാനം ശ്രീലങ്കൻ കണക്ഷൻ വരെ കൊണ്ടുപോയതാണ് വനംവകുപ്പ്. എന്തായാലും ആ ശ്രീലങ്കൻ കണക്ഷനൊക്കെ വനംവകുപ്പിന് തിരിച്ച് പണിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനോരമ 4-ാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. റേഞ്ച് ഓഫീസർക്കെതിരെ നടപടിക്ക് സാധ്യത, കടുത്ത നടപടി ഒഴിവാക്കാൻ സർവീസ് സംഘടനയുടെ സമ്മർദ്ദം. അതായത് ആ ഉദ്യോഗസ്ഥൻ്റെ സംഘടനയുടെ വേടൻ്റെ അറസ്റ്റ് വെളിപ്പെടുത്തലുകൾ അതിരുവിട്ടെന്ന് വിലയിരുത്തൽ. നമ്മൾ പലതവണ പറഞ്ഞതാണ്, ന്യൂസ് മലയാളം പലപ്പോഴായി പറഞ്ഞതാണ്. ആ വെളിപ്പെടുത്തലുകൾ അതിരുവിട്ടു. ആ ശ്രീലങ്കൻ കണക്ഷനും ഈ പുലിപ്പല്ല് തായ്ലൻഡോ ശ്രീലങ്കയോ എവിടെ നിന്നൊക്കെയാണ്, എങ്ങനെ ഈ വനംവകുപ്പിന് ഈ വിവരങ്ങളൊക്കെ കിട്ടിയെന്നുള്ള കാര്യം നമ്മളും ചോദിച്ചിരുന്നതാണ്, പലതവണ ചോദിച്ചിരുന്നതാണ്. ഇപ്പോൾ വനംവകുപ്പ് അക്കാര്യത്തിൽ റേഞ്ച് ഓഫീസർക്കെതിരെ നടപടിക്ക് സാധ്യത എന്ന് പറയുന്നു. വേടനെ വേട്ടയാടേണ്ട എന്നാണ് CPM-ൻ്റെ തീരുമാനം. CPM-ൻ്റെയും CPI-യുടെയും സെക്രട്ടറിമാർ ഇന്നലെ വനംവകുപ്പിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതുമാത്രമല്ല, ഈ വാർത്തയുടെ പ്രാധാന്യം, ഇന്ന് സർക്കാർ വേദിയിൽ വേടൻ്റെ പാട്ടുണ്ട്. അത് ഇടുക്കിയിലാണ്. വിവാദങ്ങളിൽപ്പെട്ടതോടെ സർക്കാർ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയ റാപ്പർ വേടന് ഹിരൺദാസ് മുരളി ഒടുവിൽ സർക്കാർ തന്നെ വേദിയൊരുക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ 4-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കി വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പരിപാടിയിലാണ് വേടൻ വീണ്ടും വരുന്നത്. ഒരുപക്ഷേ ഇടുക്കി വാഴത്തോപ്പിൽ ഇന്ന് വേടൻ്റെ പാട്ട് കേൾക്കാൻ ജനസമുച്ചയം ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ ജനസഹസ്രങ്ങൾ ഉണ്ടാകുമെന്നായിരിക്കും എനിക്കും തോന്നുന്നത്. കാരണം അത്രയും കാത്തിരുന്നൊരു അദ്ദേഹം ഇനി വരുന്നൊരു കാത്തിരിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് സ്വാഭാവികമായും വലിയ ആഘോഷത്തോടു കൂടിയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. വേടൻ ഇടുക്കിയിൽ പാടുമെന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമിയും ആ വാർത്ത 7-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാനതിൽ വളരെ വിശദമായി പോകുന്നില്ല. മനോരമ തന്നെ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി 7-ാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്.